നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആദർശം നയനയും കൂടെ സംസാരിക്കണം. അപ്പം നയനയ്ക്ക് ആദർശനോട് പറയാൻ പറ്റില്ല. മൂർത്തി മുത്തശ്ശൻ തനിക്ക് മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് സഹിക്കില്ല. കാരണം ആരോടും പറയലെന്ന് മുത്തശ്ശൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നയന അതിനെക്കുറിച്ചൊന്നും ആദർശനോട് പറയാനും പോയില്ല. പക്ഷെ നയനയുടെ മുഖത്ത് പതിവിലും വീതിയതുമായൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദർശ അതിനെക്കുറിച്ച് നയനോട് ചോദിക്കുകയും ചെയ്തു, ഇന്ന് എന്ത് പറ്റി? മുമ്പത്തെ പോലെ ഒന്നും അല്ലോ, എന്തോ മൊത്തൊരു പ്രത്യേക ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അത് ചിലപ്പോൾ ആദർശേട്ടന് തോന്നായിരിക്കും എന്ന് പറഞ്ഞു. അതല്ല. ആ സമയം നയന പറഞ്ഞു, ചിലപ്പോൾ ഡീല് കിട്ടിയില്ലേ, അപ്പം അതിൻ്റെതായ ഒരു സന്തോഷം എനിക്കുണ്ട്, അതുകൊണ്ടായിരിക്കും അത് മുഖത്ത് കാണുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും മുത്തശ്ശൻ എന്താണെങ്കിലും എന്നെ നിന്നെ ഇതുവരായിട്ടും അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പം മുത്തശ്ശനെ സ്വീകരിച്ചാലും ശരി സ്വീകരിച്ചില്ലേലും ശരി, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടോ അതിൻ്റെ സത്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നതിനെ. മുത്തശ്ശൻ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കയറ്റില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കിതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, മുത്തശ്ശന് ഈ പറയുന്ന ദേഷ്യമൊന്നും കാണത്തില്ലെന്നേ, അത് ചിലപ്പോൾ ആദർശേണ്ണ വെറുതെ തോന്നുന്നതായിരിക്കും. ആദർശ് പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയായിരിക്കും, എന്നാലും ഒരു കാരണവശാലും മൂർത്തി ജ്വല്ലറി തകർന്നു പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. മൂർത്തി ജ്വല്ലറിയെ ഞാൻ ഒന്നാമതെത്തിക്കും, അത് മാത്രം എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും. നയന പറഞ്ഞു, അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ആദർശേട്ടാ. ആദർശ് പറഞ്ഞു, ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെയായിട്ടും ഈ പറയുന്ന ആൾക്കാർ, അതായത് ഏൻ ജ്വല്ലറിയുടെ പിന്നിൽ ആരൊക്കെ ഉള്ളതെന്നുള്ള കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താ, അവരത്ര സ്ട്രോങ് ആണെന്നാണ്. അത് അവരെ കണ്ടെത്തി താർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. മൂർത്തി ജ്വല്ലറിയുടെ ശത്രുക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനന്തപുരിയുടെ ശത്രുക്കളും കൂടെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി നശിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഊണും ഉറക്കവും ഇല്ലാതെ കിടന്ന് പണിയെടുക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ നയനക്ക് സങ്കടമായി. നയന പറഞ്ഞു, ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, എന്തിനു വേദിനും ഞങ്ങളെയൊക്കെ ഉണ്ടാവും ആദർശേട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ആദർശിനെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം നന്ദുവിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. നന്ദു വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അതിന് കുറേ തവണ വിളിച്ചെങ്കിലും നന്ദു കോൾ അറ്റൻഡ് ചെയ്തില്ല. നന്ദുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ സഹിക്കാൻ പറ്റും? കാരണം വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന പോലെ ആയിപ്പോയില്ലേ. അവസാനം അനിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അനി കോളും കൂടെ എടുത്തില്ലോ, പരിധിക്ക് പുറത്താന്നാ പറഞ്ഞേ. നവീൻ്റെ കളിയാക്കലും എല്ലാം കൊണ്ട് പെട്ടൊരവസ്ഥയിലാണ് നന്ദു വീട്ടിലേക്ക് വന്ന് കയറുന്നത്. ആ സമയം കനകയും ഗോവിന്ദനും നന്ദുവിനെ കാത്തിരിക്കുക. നന്ദു വരാത്തോണ്ട് കനയ്ക്കാണ് നല്ല സംശയവും ടെൻഷനും ഒക്കെ ഉണ്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ. അനിയെ കാണാൻ പോയതാണോ, മീറ്റിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ട് അവൾ പോയിരിക്കുക. അപ്പം എന്ത് മീറ്റിങ്ങാ ഏത് മീറ്റിങ്ങാന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അവൾ അനിയെ കാണാൻ പോയിട്ട് കള്ളത്തരം പറയുന്നതാണോന്നും അറിയില്ലല്ലോ. ഗോവിന്ദനോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് നന്ദുവിൻ്റെ വരവ്. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനക എന്നിട്ട് ചോദിച്ചു, നിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. കഴിഞ്ഞു. അല്ല, മീറ്റിംഗ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഇതെന്താ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത്? അമ്മയോട് ഞാൻ പറഞ്ഞല്ല മീറ്റിംഗ് എവിടെയാന്ന്. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? നന്ദു, നീ ആയതുകൊണ്ട് എനിക്ക് സംശയം. നിന്റെ മൂത്ത ചേച്ചിയും ഭർത്താവും കൂടെ ചേർന്നിട്ട് അനന്തപുരിക്കാരെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. പോരാത്തതിന് നിന്റെ ചേച്ചിയുടെയും ഭർത്താവിൻ്റെയും കാര്യം എടുത്തിട്ട് ഇവിടെയും ടെൻഷനാണ്. ഇനി നീയും കൂടെ അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ തന്നെ അവർ കാരണം തലവേദനയാണ് മനുഷ്യന്. ഇനിയിപ്പം നീ കാരണം അടുത്ത തലവേദന ഉണ്ടാക്കി വെക്കല്ലെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അമ്മ എന്തൊക്കെയമ്മ പറയണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വേണ്ട, നീ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. നിനക്കെല്ലാം മനസ്സിലായി, നീ ഒക്കെ മനസ്സിലായി. പക്ഷേ നീ വെറുതെ കിടന്ന് പറയണം. നീ ആ അനിയെ കാണാൻ പോയതാണെന്ന് എനിക്കിപ്പോഴും ബലമായ സംശയമുണ്ട്. മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞു പോയതാണെന്ന്. അമ്മേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തു പറഞ്ഞാലും ഒരു അനി ഇത് മാത്രം അമ്മയുടെ മനസ്സിൽ ചിന്തയുള്ളോ? വേറൊന്നുമില്ലേ? അനി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെന്താ ഒരു മീറ്റിങ്ങിന് പോയിക്കൂടെ, പുറത്ത് പോയിക്കൂടെ? ഞാനൊരു SI ആണ്. നീ SI ആയതോടുകൂടി എൻ്റെ തലവേദന കൂടി. നേരത്തെ ആണെങ്കിൽ വീട്ടിൽ കയറി അടങ്ങി ഒതുങ്ങി ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഓരോരോ കാരണങ്ങളുണ്ടാക്കി അങ്ങോട്ട് ഇറങ്ങുമല്ലേ. മീറ്റിംഗ് ആണ്, അതാണ്, ഇതാണ്, അവിടെ പിടിക്കണം, രാത്രി കോള് വരുന്നു. എന്തൊക്കെയെന്താ നന്ദു ഇതേ. ഞാനൊരു അമ്മയെന്നുള്ള ചിന്ത വേണം നിനക്ക്. നീ ഒരു കല്യാണം കഴിക്കുവാണെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. നീ ഒരു കല്യാണം കഴിക്കാം, ഏതെങ്കിലും വിവാഹത്തിന് സമ്മതിക്കുവാണെങ്കിൽ ഞാനും ഒരു പ്രശ്നത്തിനും വരത്തില്ല, നിന്നോട് ഇങ്ങനെയും ചോദിക്കാനും വരില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അപ്പം ഞാൻ കല്യാണം കഴിച്ചാൽ തീരാവുന്ന അമ്മയുടെ പ്രശ്നമില്ലേ? അങ്ങനെയാണ് അമ്മ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോ? ഇപ്പം ഞാൻ ആരെയും കല്യാണം കഴിക്കാൻ തൽക്കാലത്തേക്ക് ഉദ്ദേശിക്കണില്ല. അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞ് നന്ദു ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി.
ഗോവിന്ദൻ പറഞ്ഞു, എന്താ കനകെ, നിനക്ക് അവളോട് ഇതിങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ വെറുതെ അവളോട് ചൊറിയാൻ പോയിട്ടല്ലേ? ഗോവിന്ദേട്ടൻ എന്താ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയണേ? അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേ? എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തി വിടാനല്ലേ ഞാൻ ചിന്തിക്കണേ. അപ്പം പിന്നെ ഗോവിന്ദേട്ടൻ അവൾക്ക് സപ്പോർട്ട് ചെയ്യണം. കനക, അതല്ല, നീ അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്. അവൾ ആദ്യമായിട്ട് ഒരാളെ പ്രേമിച്ച അത് അനിയയാണ്. അവരെ കല്യാണം കഴിഞ്ഞിട്ട് പോലും അവളുടെ മനസ്സിൽ നിന്ന് അവൻ്റെ മോഹം പോയില്ല. അത് മായ്ക്കണമെങ്കിൽ കുറച്ച് നാൾ വേണ്ടി വരും. നീ ഒരു സാവകാശം കൊടുക്ക്. എപ്പോഴും ഇങ്ങനെ പുറകെ നടന്ന് കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് നടക്കല്ലേ. പിന്നെ അനിയെക്കുറിച്ചുള്ള ചിന്തകൾ നീ നിന്റെ മനസ്സിൽ നിന്ന് ആദ്യം ഒഴിവാക്ക്. എപ്പോഴും അനിയും നന്ദും കൂടെ ഒന്നിക്കോ എന്നുള്ള ചിന്ത അത് നിന്റെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. അതിനനുസരിച്ച് നീ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അവൾക്ക് ദേഷ്യം കൂടത്തുള്ളൂ, ഒരിടത്തും എത്താനും പോകുന്നില്ല. നീ ആ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല രീതി അവളോട് പെരുമാറാൻ നോക്ക്. കല്യാണത്തിൻ്റെ കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. ആയിക്കോട്ടെ, അച്ഛനും മോളും എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്ദു എങ്ങാനും അനിയുടെ പിന്നാലെ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഗോവിന്ദേട്ടാ. ഇനി ഒന്നുകൂടെ നാണം കെടാനായിട്ട് ഞാൻ ഒരുക്കമല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്നൊക്കെ ഗോവിന്ദനും പറയണം. ഈ സമയത്ത് എനിക്ക് നല്ല ടെൻഷനാണ്. എന്ത് ചെയ്യാനാ? അവളെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. അവളോട് സത്യാവസ്ഥകളൊന്നും പറയായിരുന്നു. ആ നവീനോടൊന്ന് പറയാൻ പറഞ്ഞിട്ട് അവനാണ് പറഞ്ഞതുമില്ല. എങ്ങനെ നവീൻ പറയാനാ? നവീൻ്റെ മനസ്സറിയാൻ നന്ദുവല്ലേ. എങ്ങാനും അനികർ ഗോൾ അടിച്ചാലൊന്ന് കരുതിയിട്ടാണ് നവീന് അനിയൻ നന്ദുവിനെയും തമ്മിൽ അകറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഡിവോഴ്സ് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അനാമിക അവൻ്റെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകാതിരിക്കുവാണെങ്കിൽ നന്ദുവിനെ തനിക്ക് സ്വന്തമാക്കാം. ആ ഒരു ചിന്ത നവീൻ നടക്കണേ. അപ്പോഴാണ് അനി ഇങ്ങനെ എടാ ഒന്ന് കോംപ്രമൈസ് ചെയ്യടാന്ന് പറഞ്ഞുകൊണ്ട് നവീൻ്റെ പിന്നാലെ നടക്കുന്നത്. നവീൻ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, രക്ഷപ്പെട്ടു. ഇന്ന് നന്ദുവിനെ കണ്ടത്. ഒരുപക്ഷെ അനി വരാത്ത അനു ആ ലിഫ്റ്റ് കുടുങ്ങിയത് എൻ്റെ ഭാഗ്യമായിപ്പോയി. നന്ദുവിനോട് കുറച്ച് സമയമൊക്കെ സംസാരിക്കാനായിട്ടും പറ്റി. ഇനിയിപ്പം അധികം വൈകാതെ നന്ദുവിൻ്റെ അടുത്ത് തൻ്റെ മനസ്സ് തുറക്കണം. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. എങ്കിലും ഒരു സമാധാനം ആകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നവീൻ മനസ്സ് വിചാരിക്കുക. ഈ സമയത്ത് നന്ദുവിന് ഭയങ്കര ടെൻഷനാണ്. നന്ദുവിനെ ആഹാരം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, എനിക്ക് വേണ്ടമ്മേ, ഞാൻ കഴിച്ച അവിടെ മീറ്റിങ്ങിന് ആക്കുന്ന ഫുഡൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതല്ലേലും അങ്ങനെയാണല്ലോ. ഞാനും ഗോവിന്ദേട്ടൻ എപ്പോഴും കാത്തിരിക്കും ഫുഡും ഉണ്ടാക്കി. അവൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും. ഗോവിന്ദേട്ട കഴിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദനോട് ദേഷ്യപ്പെട്ട് കനകി അങ്ങോട്ട് പോയി. അങ്ങനെ അവർ ആഹാരമൊക്കെ കഴിച്ച് കിടക്കുവാണ്. ഈ സമയത്ത് നന്ദുവിന് നല്ല ടെൻഷനാണ്. അനിയാണ് വിളിച്ചിട്ട് കോൾ വെട്ടേണ്ടി ചെയ്തില്ല. എന്താ ചെയ്യേണ്ടേ? ഒടുവിൽ അനിയാണ് മെസ്സേജ് അയക്കുകയാണ്, നന്ദു ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഞാൻ അങ്ങോട്ടേക്ക് വന്നതാണ്, പക്ഷെ ഞാൻ ലിഫ്റ്റ് കുടുങ്ങിപ്പോയതുകൊണ്ടാണ് ഞാനവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് നന്ദു കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിന് ടെൻഷനായി. ചിലപ്പോൾ സത്യമായിരിക്കും, താൻ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊരു ചിന്ത. പിന്നീട് അനി നന്ദുവിന് മെസ്സേജ് അയക്കുക, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നുണ്ട്, നീ ഒന്ന് ഇറങ്ങി പറഞ്ഞാൽ എനിക്കിപ്പം നിന്നെ കാണണമെന്നും പറഞ്ഞുകൊണ്ട്. നന്ദുവിന് ടെൻഷനായി. ഇനി ഇവൻ എന്ത് ഭാവിച്ചാ? എങ്ങാനും വീട്ടിലുള്ള ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? നീ പുറത്തേക്ക് ഇറങ്ങി വാ, ഞാൻ നിന്റെ വീടിൻ്റെ പുറത്തു വന്ന് കാത്തിരിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് നന്ദു ഓർത്ത്, ദൈവമേ, അച്ഛനും അമ്മയും കണ്ടാൽ പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു. ഒടുവിൽ നന്ദു രണ്ടും കൽപ്പിച്ച് കഥ തുറന്ന് പുറത്തിറങ്ങി. അവർ ഉറക്കം വന്ന് കരുതിയിട്ടാണ് പുറത്തിറങ്ങണേ. കാരണം നന്ദു നോക്കിക്കഴിഞ്ഞപ്പം കഥയൊക്കെ അടഞ്ഞു കിടക്കുന്നു. ഇപ്പം ഏതാണ്ട് ഉറക്കമായി കാണും. ആ സമയം അനി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അനി പറഞ്ഞു, സോറി കേട്ടോ, കാരണം ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല. പക്ഷെ എന്ത് സംഭവിക്കാം, ഞാൻ അങ്ങോട്ട് അവിടേക്ക് നേരത്തെ വരേണ്ടതായിരുന്നു. അതെൻ്റെ കയ്യിലെ മിസ്റ്റേക്കാണ്. ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചുരുക്കത്തിൽ പറയണം. എന്നിട്ട് നന്ദുവിൻ്റെ കൈ എടുത്തിട്ട് ആ കയ്യിലേക്ക് ഒരു ഉമ്മ വെക്കുവാണ്, സോറി എന്ന് പറഞ്ഞിട്ട്. നന്ദു ഒരു നിമിഷം ഞെട്ടിപ്പോയി. നന്ദു ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അനി രാത്രി കാണാൻ വരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെയുള്ള. പിന്നീട് അനി പറഞ്ഞു, ഇനി ഇങ്ങനെ സംഭവിക്കില്ല കേട്ടോ, എന്താണെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ അടുത്ത ദിവസം ഇതിൻ്റെ കൂടെ പകരം തീർക്കും. നമ്മൾ രണ്ടും കൂടെ അടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ പിരിയുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.